കൂട്ടായ്മയുടെ കുമ്പളം കൃഷിക്ക് വീണ്ടും തുടക്കമിട്ടു. കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും പിന്നെ അല്ല. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. ഒരുമയുടെയും കൂട്ടായ്മയുടെയും സന്ദേശം പരത്തി തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും കുമ്പളം കൃഷി ആരംഭിച്ചു. ഏകദേശം 30 സെന്റ് സ്ഥലത്ത് ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും നിലമൊരുക്കി നീളത്തിൽ ചാലുകീറിയാണ് കുമ്പള വിത്തുകൾ നട്ടത്. കുമ്പളത്തോടൊപ്പം ഈ വർഷം കണിവെള്ളരിയും കൃഷി ചെയ്യുന്നുണ്ട്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഹൈബ്രിഡ് വിത്തുകളാണ് നട്ടത്. തെക്കേമാണിയാട്ടെ ഏറ്റവും മുതിർന്ന കർഷകൻ KC കോരൻ, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന എന്നിവർ ചേർന്ന് വിത്തു നടൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ഏകദേശം 7 കിൻഡൽ കുമ്പളമാണ് പറിച്ചെടുത്തത്. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി വ്യത്യസ്ത കൃഷികൾ ചെയ്ത് വൻ വിജയമാക്കാൻ ഗ്രന്ഥശാല വനിതാവേദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. PV സരിത, K ചന്ദ്രമതി, PV ഷീന, OP നീതു, VK അജിത, V ബാലചന്ദ്രൻ, PV ഉണ്ണിരാജൻ, PP ദിലീപ്, PV ബാലൻ, P ചെറിയോൻ, PP രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാലിക്കടവ്. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞു. അത് പറ. ഇപ്രാവശ്യങ്ങൾ വീട് പണി പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചിനി. പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.